പാവത്തിനെ കൊണ്ടുപോയി കൊന്നില്ലോ. ഞാൻ ഉറപ്പിച്ച് പറയും, എത്രയും കാലം ഞാൻ പറഞ്ഞില്ല, ഇനി ഞാൻ പറയാം, ഇനി കെട്ടി തൂക്കിയ തന്നെ മേനാസെ, ഈ കെട്ടി തൂക്കിയ തന്നെ. അതിന് എങ്ങനെയാണോ ആരെടുത്താണോ വേണ്ടിയില്ല വന്ന് പറഞ്ഞു തന്നോ. 3 മാസം ഞാനോളാ, 3 മാസത്തിന് ശേഷം ഞാൻ കാണുന്നവളും മയ്യത്തായി കിടക്കുന്നതാണ്. അത് ചെങ്ങായി അങ്ങനെ കാണിച്ചിരുന്നത്. അപ്പോൾ അതിനെന്താന്നുള്ള ഉത്തരവും തരണോ. ഓനോൻ്റെ വാപ്പയൊക്കെ പറയുന്ന കാര്യമുണ്ട്, നഷ്ടപ്പെട്ട മോൻ ഞങ്ങൾക്കല്ല ഞങ്ങൾക്കല്ലേന്ന്. ഞങ്ങൾക്കാ നഷ്ടപ്പെട്ട്, ഓൽക്കെന്താ നഷ്ടപ്പെട്ട്? ഓൽക്കൊന്നും നഷ്ടപ്പെട്ടില്ല. ഓനൊന്ന് സുഖമായിട്ട് ഒരു കല്യാണം കഴിച്ച് പോവാം, ഒരു പ്രശ്നവുമില്ല. പക്ഷെ അങ്ങനെയാണോ? ഒരു വാപ്പൻ്റെ മോള് 21-22 വയസ്സായിട്ടേ ഉള്ളൂ. എന്തോരം വേദന ഓള് സഹിച്ചിക്ക് അറിയോ? ഇവൻ എത്ര ഓളം ഉപദ്രവിച്ചിക്ക് അറിയോ? എന്നോട് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ ചെങ്ങായിനോട് പറയുന്ന സമയത്ത് ഇവന് ഓളെക്കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയുന്നത്. ഇവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താ അറിയോ? ഓള് ഭക്ഷണം നല്ല കഴിക്കൂ, ഓള് കണ്ടമാനം പൈസ ചിലവാക്കൂ, അതാക്കൂ ഇതാക്കൂ. ഞാൻ എന്നിട്ട് ഓളെ വിളിച്ച് ഞാൻ ചീത്ത പറഞ്ഞിട്ടുണ്ട്, ഈ പൈസ ഇല്ലാത്ത സമയത്ത് എന്തിനാ അമ്മമാർ തോന്നിയാസക്കളി കളിക്കുന്നതെന്ന്. പക്ഷെ ഇപ്പം കേട്ടില്ലേ, 20 ദിനാറാണ് പോലെ 20 ദിർഹമാണ് പോലെ കൈമ കൊടുക്കുക, അത് മെട്രോൻ്റെ പൈസ. ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളും പറഞ്ഞിനി വരരുത്. പറ്റൂലെങ്കിൽ അവിടെ കുത്തിരിക്കുക, കേസ് ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾ കണ്ടുപിടിച്ചോളൂ ഒക്കെ എന്താ പറ്റിയെന്നുള്ളത്. അല്ലാണ്ട് ഉമ്മാർ തോന്നിയാസം പറയാനാണെങ്കിൽ ക്യാമറൻ്റെ മുന്നിലേക്ക് ഇനി വരരുത്. അതോളെ സഹോദരൻ എന്നുള്ള നിലക്ക് ഞാൻ പറയുകയാണ്, അന്നെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി പറഞ്ഞ പല കാര്യങ്ങളും വിശ്വസിച്ചിട്ട് ഞാൻ എൻ്റെ കൂടെ നിന്നതാണ്. ഇന്ന് ഇനി കൊണ്ട് അത് പറ്റൂല. ഈ പറഞ്ഞു തന്നേക്കാം, ഓളെ സഹോദരൻ എന്നുള്ള നിലക്ക് ഇനി ഞാൻ എന്താ ചെയ്യാന്നെങ്കിൽ ഒരു ഉറപ്പും തരാൻ പറ്റൂല. ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മേനാസെ, കഴിഞ്ഞിട്ടുണ്ട്. അതിനോണ്ട് ഇനി അടങ്ങിയിട്ട് കയ്യൂലെങ്കിൽ പുറകെ കുത്തിരണോ, ഞങ്ങൾ അന്വേഷിച്ചോളാം. ഈ തൊട്ട് മുന്നത്തെ വീഡിയോസിൽ ഓൻ കരയേതാക്കുകയൊന്നും ചെയ്തില്ല. ഇപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്ത് പഠിച്ചു വരികയാണ്. അതാരോ പഠിപ്പിക്കുകയാണ്. എന്താ വെച്ചാൽ ഇൻ്റർവ്യൂ കൊടുക്കുന്ന ആൾക്കാർ, ഈ ഇൻ്റർവ്യൂ കൊടുക്കുന്ന ആൾക്കാരെ വേണം ആദ്യം ചവിട്ടാൻ. എന്ത് എന്താ പറയുക, അങ്ങനത്തെ തോന്നിയാസ വാക്കുകളാണ് ചോദിക്കുന്നത്. ഓൻ്റെ പുറയെന്നാണ് സംഭവിച്ചെങ്കിൽ ഓൻ ഇനി നിൽക്കാനോ? അത് ആരെന്നായാലും അതിൻ്റെ മറവിൽ ഏത് മറ്റോനായാലും ശരി, ഓൻ ചെയ്തത് പരച്ചെറ്റത്തരാണ്. കാരണം ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഓൻ്റെ പുരയിലും ഉണ്ട് പെൺകുട്ടികൾ. ഓൻ ആരാന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഒരു ആൽബം മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട ഒരാളാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാൻ കണ്ടിട്ടുമുണ്ട്. പിന്നെ ഈ ജംഷാദിനെ മാളിൻ്റെ ഉള്ളിലോ കുറേ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് ജംഷാദ് ഓളെ ബ്രദറാണ്. അതെന്തിന്? അതായത് മെഹനാസ് പറഞ്ഞത് ജംഷാദ് ഓളെ ബ്രദറാണ്. ജംഷാദിൻ്റെ വീട് ഇവനറിയാം, ജംഷാദിൻ്റെ ഭാര്യ വീട് ഇവനറിയാം. ഇവൻ എന്തുകൊണ്ട് കോൺടാക്ട് ചെയ്യുന്നില്ല? ഇവൻ ഇനി റെഡിയാണെങ്കിൽ ഞാൻ വരാം, നിങ്ങൾ വരുമോ? ഞാൻ 100% വരും. മതി. നിങ്ങൾ റെഡിയാണെങ്കിൽ ജംഷാദിനെ കാണാൻ വേണ്ടിയിട്ട് റിജുവിൻ്റെ കൂടെ ഞാനുണ്ടാവും. വേറെ സ്ത്രീകളായിട്ട് മേനാസിൻ്റെ ഫോണിൽ നിന്ന് മേനാസ് അയച്ച കുറച്ച് വേണ്ടാത്ത കുറച്ച് ചാറ്റുകൾ, കുറച്ച് ഫോട്ടോസ്, പിന്നെ വീഡിയോ കോൾ ചെയ്തേണ്ടത്. ഈ മേനാസിന് എന്നെ പറഞ്ഞതാണ്, ഇവള് എന്നെ അതിക്രൂരമായ എന്നെ ഇതാക്കുന്നു, എൻ്റെ തല്ലുന്ന്, എനിക്ക് പറ്റുന്നില്ല, അങ്ങനെയൊക്കെ. ഇവൻ എനിക്ക് ഓവർ കെയർ തരുന്നില്ല. ഒറ്റയ്ക്ക് വീഡിയോ കോൾ ചെയ്തെന്നാണ് മേനാസ് പറയുന്നത്. അതും മോശമായ രീതിയിൽ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ, ഇതിൽ ഇപ്പോൾ ഇങ്ങനെ കളിക്കുന്ന ഒരു വിഷയമാണ് മൂന്നാറിലൊരു ഏറ്റവും ചർച്ചയാക്കപ്പെടുന്ന വിഷയം. സത്യം പറഞ്ഞാൽ അത് ഒരു ഇങ്ങനെ പബ്ലിക്കാക്കേണ്ട ആവശ്യമില്ല. കാരണം അതൊക്കെ തീർന്ന വിഷയങ്ങളാണ്, കഴിഞ്ഞ വിഷയങ്ങളാണ്. പക്ഷെ അത് ഓൻ വീണ്ടും എടുത്തിട്ടിട്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള അറിയില്ല. കാരണം നമ്മൾ ഇതിന് ഞാൻ പിന്നെയും പറയാം, നമുക്ക് ഓക്കെ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ എന്തായാലും ആ വിഷയം എടുത്തിട്ട സ്ഥിതിക്ക് ഒരു കാര്യം ഞാൻ അതിൻ്റെ ഇടയിൽ കയറുക. കാരണം ഈ മൂന്നാറിലെ വിഷയം അവസാനിച്ച വിഷയമാണല്ലോ. വളരെ വ്യക്തമായിട്ട് സി അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ 2 പേരും ഇരുന്ന്, നിങ്ങളടക്കം ഇരുന്ന് നിങ്ങളൊക്കെ പരസ്പരം തീർത്ത ഒരു വിഷയമാണ്. ക്ലിയർ ആയിട്ട് അത് എൻഡ് ചെയ്തൊരു വിഷയമാണ്. ഞങ്ങൾക്കറിയേണ്ടത്, പബ്ലിക് കേരളക്കറിയേണ്ടത്, കേരളത്തിലെ ജനങ്ങൾക്കറിയേണ്ടത്, നിങ്ങൾക്കറിയേണ്ടത്, എല്ലാ പ്രേക്ഷകർക്കും അറിയേണ്ട ഒരൊറ്റൊരു കാര്യമാണ്. അന്ന് 24 മണിക്കൂറിൽ എന്ത് സംഭവിച്ചതാണ്. അതല്ല എങ്കിൽ അന്ന് രാത്രി എന്ത് സംഭവിച്ചു? ഒറ്റ കാര്യം, റൂമിനകത്ത് വെച്ച് എന്ത് സംഭവിച്ചു? ഫുഡ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച് 15-20 മിനിറ്റ് ദൈർഘ്യമെടുത്ത് നടന്ന് ഫ്ലാറ്റിന് താഴെ വന്ന് താഴെ എത്തി 2 കോളുകൾ മേനാസിന്റെ വാട്സപ്പിലേക്ക് വിളിക്കുകയും അത് എടുക്കാതിരുന്ന സമയത്ത് റിഫ മുകളിലേക്ക് വരികയും ചെയ്തു എന്നുള്ളത് മേനാസ് തന്നെ പറയുമ്പോൾ, ആ റൂമിനകത്ത് സംഭവിച്ച കാര്യങ്ങൾ എന്താണ് റിഫയെ വേദനിപ്പിച്ച കാര്യം? ജംഷാദ് ഒരു വോയിസ് ക്ലിപ്പിൽ പറയുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത്, ഇടയിൽ കയറുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്, ഒരു വോയിസ് ക്ലിപ്പിൽ പറയുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത്, പിന്നെ ഇവൾ നല്ല സന്തോഷത്തോട് കൂടിയിട്ടാണ് ഫ്ലാറ്റിലേക്ക് വന്നത് എന്നുള്ളതാണ്. എന്നാൽ നേരത്തെ CCTV ഫുട്ടേജിൽ മേനാസ് കടന്നു വരുമ്പോൾ ഇവൾ സങ്കടപ്പെടുന്നതായിട്ടും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാറിലെ വിഷയത്തിലേക്ക് ഈ മൂന്നാറിലെ വിഷയത്തിലേക്ക് എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. പക്ഷെ അതിൻ്റെ മുന്നേ അതിൽ പെട്ട ഒരാളാണ് ബാച്ച. അപ്പോൾ തന്നെ അത് നല്ലതാണ്, ക്ലിയർ ചെയ്ത് തരട്ടെ. അതായത് എത്ര ആളാണ് പോയത്, പോയിട്ട് എന്താണ് സംഭവിച്ചത്, സംഭവിക്കേണ്ട കാരണം എന്താണ്, അത് ഓൻ തന്നെ വ്യക്തമായിട്ട് പറയാം.
എന്താണ് മൂന്നാറിൽ സംഭവിച്ചത്? വളരെ ക്ലിയറായി എല്ലാ കാര്യങ്ങളും ചുരുക്കി പറയണം. ഞാൻ പറഞ്ഞില്ല, മുമ്പേ പറഞ്ഞതാണ് മീഡിയയിലേക്ക് ഈടെ വന്നിട്ട് ഇത് എന്നെ റൂമിലിട്ട് ഞാൻ അറിയാണ്ട് ഓന് വീഡിയോ എടുത്ത് എൻ്റെ മാത്രം ആ വീഡിയോയിൽ കാണുന്നതുള്ളത് റിഫേ സംസാരിക്കുന്ന ഒന്നുമില്ല, ഞാൻ സംസാരിക്കുന്നത് മാത്രമാണ് ഉള്ളത്. അത് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. എങ്ങനെയെന്ന് വെച്ചാൽ ഈ 3 പേരുണ്ടായിന്, ജംഷാദും പോലും എല്ലാവരും ഉണ്ടാവും. അന്ന് ജംഷാദും ഈ നമ്മൾ എത്ര ആൾ പോയി അത്ര ആളുണ്ട് ആ റൂമിൽ. എന്നിട്ട് എന്നെ കൊണ്ട് പറഞ്ഞാൽ നീ ഇവിടെ ഒറ്റക്കാണ്, എന്നെ പേടിപ്പിച്ചിന് കുറേ. നീ ഇവിടുന്ന് ഒറ്റക്കാണ്, നീ ഇത് ഈ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ എങ്ങനെ നാട്ടിലേക്ക് വിടല. അങ്ങനെ ഞാൻ എല്ലാത്തിനും ഇതാക്കിയതാണ്. കാരണം ഞാൻ ഒറ്റക്കായി, എനിക്ക് പോകാനുള്ള ഇതില്ല, എന്നെ ലോക്കാക്കിയിട്ടാണുള്ളത്. പക്ഷെ നിങ്ങൾ റിഫക്ക് മെസ്സേജ് അയച്ചു എന്നുള്ള ഒരു ആരോപണം ഉണ്ടല്ലോ. അത് മാത്രമല്ല ഈ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നാണോ പറയുന്നത് അവിടെ വെച്ചിട്ട്? അതും എന്നെ കൊണ്ട് പൈസ അത് കഴിഞ്ഞിട്ട് ശേഷം ഞാൻ പറഞ്ഞില്ലേ, റിഫാനോട് പറഞ്ഞ് നിന്നെ വെച്ചിട്ട് മെഹനാസ് ഇവിടുന്ന് മെഹനു ട്രാപ്പാക്കാൻ ശ്രമിക്കുന്നത്, അപ്പോൾ നീ ഇവിടുന്ന് വിട്ടോ എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ ആ ഉമ്മാക്കും ഉപ്പാക്കും ഞാൻ വിളിച്ചത്. പിന്നൊന്നുണ്ട് എന്തെന്ന് വെച്ചാൽ ആ ടൈം ഇപ്പം മെഹനാസ് ഇതുവരെ എല്ലാവരും ലോക ജനങ്ങൾ കണ്ടിട്ടുള്ളത് ഒരു പാർട്ട് മാത്രമാണ്. ഈ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം റിഫയും മെഹനാസും നല്ല നിലയിലാണ് ഉണ്ടായത്. എന്നെ ഒന്നുകൂടി വ്യക്തമാക്കി തന്നെ, അതായത് റിഫയും മെഹനും ഇത് സംഭവം എന്ന് വെച്ചാൽ ഇത് ഒരു രാത്രി അന്ന് നടക്കുന്ന സംഭവം. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല, കാരണം എന്നെ ഒറ്റപ്പെടുത്തിയാണുള്ളത്. ഇവരങ്ങോട്ട് നടക്കുന്നത്, ഇവരായിട്ട് സംസാരിക്കുന്നത്, എന്നെ എന്തും കൂട്ടുന്നില്ല. അതായത് നിങ്ങൾ ഈ മാനുമായിട്ടുള്ള വിഷയം നടന്ന അന്ന് നിങ്ങൾ ഒറ്റപ്പെട്ടു. അതിന്റെ പിറ്റേ ദിവസമാണ് രാവിലെ തന്നെയാണ് ഈ റിഫയെ, ഈ ഭർത്താവിനെ റിഫയെ എന്താ പറയുക കോത്ത് പിടിച്ചിട്ട് ഒരു ബ്ലോഗ് എടുത്തിട്ടുണ്ട്. കോത്ത് പിടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ തോളിൽ കൈയിട്ട് നല്ല സ്നേഹത്തില് നല്ല ഒരു ബ്ലോഗ് എടുത്തിട്ട്, അതായത് മൂന്നാറിലെ വിഷയം, ഈ പറഞ്ഞ വിഷയം നടന്നതിന് ശേഷം നേരെ 24 മണിക്കൂർ കഴിയുമ്പോൾ മാനാസും റിഫയും തോളിൽ കൈയിട്ട് വീഡിയോ എടുത്ത് വ്ളോഗ് ചെയ്തു എന്നാണ് ഈ പറയുന്ന ബാച്ച പറയുന്നത്. പക്ഷെ ആ വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടില്ല ഇതുവരെ. അതെന്തുകൊണ്ടാ? കാരണം ആ ട്രിപ്പിന്റെ എല്ലാ ഇതും ഓല് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പാർട്ട് മാത്രം ലാസ്റ്റ് എൻഡ് കാണുമ്പോൾ അറിയാം. അവന് ലാസ്റ്റ് നമ്മ രാവിലെയാണ് എത്തിയത്, ഒരു ദിവസം മുമ്പ് രാവിലെ അല്ലേ എത്തിയത്. അപ്പോൾ അറിയാം ആ മഞ്ഞുള്ളവന് സെൽഫി ലാസ്റ്റ് എടുക്കുന്ന മറ്റേ ഓന് ജംഷാദിന്റെ ഭാര്യയും ഉണ്ടാകുന്ന ആ ഒരു സെൽഫി തന്നെ അല്ലേ, അതാണ് ലാസ്റ്റ് കാണുന്നത്. അത് എൻഡല്ല സംഭവം. ഇതും കഴിഞ്ഞിട്ട് ഒരു ബ്ലോഗ് എടുത്തിട്ടുണ്ട്. ഈ നമ്മളൊപ്പം വന്ന ഇത് കാണുന്നുണ്ടാവുമല്ലോ, നിങ്ങളും ഈ വന്ന എല്ലാവരും കാണുന്നുണ്ടാവും. അത് നിങ്ങളാണ് സാക്ഷി. എനിക്ക് കണ്ണുകൊണ്ട് കണ്ടതാണ്. എന്നെ റൂമിലിട്ടിട്ടാകുമ്പോൾ ഞാൻ ജനലിലെ നോക്കുന്നുണ്ട്. നോക്കുകയാണ്. അപ്പോൾ ഇവർ നല്ല ഹാപ്പിയിലുണ്ട്, നല്ല ഉഷാറിലുണ്ട്. എന്നിട്ടാകുമ്പോൾ ഞാൻ എൻ്റെ ഉമ്മാക്ക് വിളിച്ചിട്ട് ഈ റിഫ പറഞ്ഞില്ലേ, വിളിച്ചിട്ട് ഞാൻ വിട്ടു. ഇത് പിറ്റേ ദിവസമാണ് റിഫ പറഞ്ഞ അന്ന് രാത്രി തന്നെയാണ് ഈ പറഞ്ഞ വിഷയങ്ങൾ. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ആ വിഷയങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വന്നു. നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ക്ലിയർ വരാത്ത കാര്യങ്ങളുണ്ട്. അതായത് 2 കാര്യങ്ങളാണ്. ഒരു സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട്, ഒരു സ്നാപ്ചാറ്റ് അക്കൗണ്ടിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഓന് ഇതിൽ കാണിക്കുന്നുണ്ട്. അത് കാണിച്ച് ചെറ്റത്തരാണ്. പിന്നെ ഓന് ഒരു ചെറ്റായതിനെ കൊണ്ട് അത് പോട്ടെ വെക്കാം. കാരണം സ്വന്തം ഭാര്യനെ ഇങ്ങനെ ബാക്കിയുള്ളവരുടെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തുക, അങ്ങനെ ഒന്നും ചെയ്തതിനെ കൊണ്ടാണ് എനിക്ക് പോലും പെങ്ങളെ ഈ ഒരു കാര്യത്തിൽ ഇവിടെ വന്ന് ഇരുന്ന് സംസാരിക്കേണ്ടി വന്നത്. അതിൻ്റെ സങ്കടം എത്ര ഉണ്ട് എന്നുള്ളത് ഞാൻ എന്തായാലും ഓന് കാണിച്ചു കൊടുക്കും. ഓൻ എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ബാച്ചനോട് തന്നെ ചോദിക്കുക എന്താണ് ആ സ്ക്രീൻഷോട്ട്. പിന്നെ അത് മാത്രമല്ല, ഒരു വോയിസ് മെസ്സേജും ഉണ്ട്. കാരണം പറയുന്നത് എന്താ വെച്ചാൽ ബാച്ച ഓനോട് പറഞ്ഞതാണ് മൂന്നാറിലേക്ക് ബാച്ച വരാമെന്ന്. അത് തെളിയിക്കുന്ന ഒരു വോയിസ് മെസ്സേജും ഒന്നിട്ടുണ്ട്. ഈ 2 എണ്ണത്തിൻ്റെയും കറക്റ്റ് കാര്യം അങ്ങനെ തന്നെ ഒരു ഇതുമില്ലാണ്ട് പറയണം. അതും തെറ്റാണ്. ഫസ്റ്റ് മെഹനാസിന് അവൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചത് ഞാൻ തന്നെയാണ്. അത് അവൻ പറയുന്നത് പക്ക ശരിയാണ്. ഓക്കെ, അതിനായിട്ട് മുമ്പ് ഇത് പിറ്റേ ദിവസത്തെ കഥയാണ് ഞാൻ മെസ്സേജ് അയക്കുന്നുള്ളത്. ഈ ഫസ്റ്റ് ഞാൻ അവരെ കോഴിക്കോട് വെച്ച് കാണാൻ പോയിട്ടുണ്ട്. അന്ന് രാത്രി ഒരു ചായക്കട ഉണ്ട് നിങ്ങളെ കോഴിക്കോട് തന്നെ, ഒരു ഒരു പേരുള്ള അതന്നെ ആദമിൻ്റെ ചായക്കട. അവിടെ നിന്നാണ് നമ്മൾ എല്ലാവരും ഇരുന്നിട്ടും വേണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് അവർ കണ്ട ആളോട് ചോദിച്ചാൽ മതി. അന്ന് നിങ്ങൾക്ക് ഇവിടെ റിഫ അവരൊക്കെ വന്നിട്ടുണ്ടോ, അവിടെ പണിക്കാരൊക്കെ ഉണ്ടാവും, സ്റ്റാഫ് അങ്ങനെയെല്ലാം ഉണ്ടാവും. അവിടെ വെച്ച് നിങ്ങളെ ക്ഷണിച്ചോ? അവരാണ് എന്നെ ക്ഷണിച്ചത്. അപ്പോൾ പിന്നെ എന്നോട് അപ്പനോട് പറയും നമുക്കിപ്പന്നെ വിട്ടെങ്കെന്താ ഇപ്പന്നെ. അപ്പോൾ ആണ് ഈ തൻസീറിൻ്റെ ഒരു പരിപാടിയാ അങ്ങനെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാളിന്ന് പോയി. ഞാൻ എൻ്റെ ഫാമിലീൻ്റെ പേർക്ക് പോയി. എന്താ കാരണം എൻ്റെ ഫാമിലി ഉണ്ട്, എനിക്ക് വരാൻ പറ്റില്ല ഞാൻ പറഞ്ഞു അവരോട്. എന്നിട്ട് ഞാൻ എന്താക്കി നാട്ടിലെത്തി പിറ്റേ ദിവസമാണ് ഞാൻ ഇങ്ങനെയല്ലോ പറഞ്ഞതല്ലേ, നല്ല ഫ്രണ്ട്ഷിപ്പിലാണ് ഉണ്ടത്.
അപ്പോൾ ഞാൻ ഓനക്ക് മെസ്സേജ് ഇട്ടതാണ്, മേനു ബാച്ച എന്ത് കഥ നിങ്ങൾ പോകുന്നില്ലേ. എന്നിട്ട് ഈ മെസ്സേജ് മാത്രമല്ല, ആ മെസ്സേജാണ് ഇപ്പോൾ കാണിച്ചു എന്ന് പറയുന്നത്. അതെ, ആ മെസ്സേജ് അവൻ കാണിച്ചത്. എന്നെ ക്ഷണിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അത് ഓൾറെഡി കഴിഞ്ഞ ദിവസം ക്ഷണിച്ചതാണ്. എന്നിട്ട് പെട്ടെന്ന് പ്ലാൻ ആക്കിയിട്ട് ഞങ്ങൾക്ക് വിളിച്ചതാണ്. എപ്പോഴെന്നറിയോ, ഈ മെസ്സേജൊക്കെ ഞാൻ അയച്ചില്ലേ അന്ന് രാത്രി കോളിങ്ങിൽ വിളിച്ചതാണ്. അന്ന് എന്നോട് അവൻ പറഞ്ഞത്, ഞങ്ങളിപ്പോൾ ഹൈലൈറ്റ് മാളാണുള്ളത്, ഞങ്ങൾ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ്, നീ അവിടുന്ന് വണ്ടി എടുത്തിട്ട് വാ അങ്ങോട്ടേക്ക്. ഇത് പറഞ്ഞതുപോലെ ഈ മെഹനാസ് ഇവിടെ വേണമായിരുന്നു. ഈ മെഹനാസ് ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് സംസാരിച്ച കാര്യമില്ലല്ലോ. ആരോപണം ഉന്നയിക്കുന്ന ബാച്ചക്ക് ഇതിന്റെ നമ്മളെക്കാൾ കൂടുതൽ വ്യക്തമായ മറുപടി മെഹനാസിനുണ്ടെങ്കിൽ മെഹനാസ് ഇവിടെ വരട്ടെ, ജംഷാദ് അവിടെ നിൽക്കട്ടെ, മെഹനാസ് വരട്ടെ. പക്ഷെ അത് വരാത്തിടത്തോളം കാലം ശരി ഇതല്ല. അല്ല, നമുക്ക് വേറെ കാര്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഇതുവരെ പറയാത്ത ഒരാളുണ്ട്. ഈ എല്ലാ കാര്യങ്ങളും കണ്ടു, എന്താ പറയുക, എല്ലാ കാര്യത്തിലും ഇടപെട്ടും ചെയ്ത ഒരാളുണ്ട്. ഈ മെഹനാസിന്റെ പെങ്ങളെ ഭർത്താവ് അഹ്റാസ് എന്ന് പറയുന്ന ആള്. അപ്പോൾ ഈ പറഞ്ഞ ആദാമിന്റെ ചായക്കടയിൽ ഓനും ഉണ്ടായിരുന്നു. ഓനുണ്ടായില്ല. ഈ ട്രിപ്പ് പോരുമ്പോൾ ഓനുണ്ടായിരുന്നു. ഈ ട്രിപ്പ് അതായത് ഞാൻ എൻ്റെ ഫാമിലിനെ കൊണ്ട് ഇവിടെ ഒരു ഷോപ്പിലേക്ക്, അതായത് വിദ്യാനഗർ ഒരു ഷോപ്പിലുണ്ട്, എല്ലാവരും നമ്മൾ ദുബൈയിൽ നിന്ന് വന്നല്ലേ, എല്ലാവരും കൊണ്ട് ഞാൻ ഉപ്പാനി ഉമ്മാനി എല്ലാവരും കൊണ്ട് ഫുഡ് കഴിക്കാൻ പോയതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോന്നാട്ടി മുന്നേ ആണ് എനിക്ക് ആര് വിളിച്ച, ഈ മെഹനാസ് വിളിച്ചതാണ്. എന്നിട്ട് മെഹനാസ് എന്നോട് പറയാണ്, പെട്ടെന്നുള്ള തീരുമാനമാണ്, നീ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് പോകാൻ. ഞാൻ അല്ല, എനിക്ക് പറ്റൂല, നീ പറഞ്ഞു ഇപ്പം എന്നെ പറഞ്ഞെങ്കിൽ എന്തിത്, അപ്പം എന്നെ വണ്ടി എടുത്തിട്ട് വരാനൊന്നും പറ്റില്ല. കാരണം എൻ്റെ ഫാമിലി എനിക്കും എൻ്റെ ഉമ്മാനോട് ഞാൻ പറഞ്ഞിട്ട് ഉമ്മ വിട്ടെങ്ങനെ അറിയോ, ഓൾറെഡി എൻ്റെ ഉമ്മക്ക് കണ്ടതാണ്, നല്ല രീതിയിൽ സംസാരിച്ച് അങ്ങനെയല്ല ഇതാക്കി കണ്ടതാണ്. അതുകൊണ്ട് മാത്രം എന്നെ വിട്ടത്. ഞാൻ എന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ഫ്രണ്ടിനൊന്ന് കൂട്ടി വരാം. അപ്പോൾ അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ, എൻ്റെ അളിയനുണ്ട് ഇവിടെ, ഓനെ കൊണ്ട് നീ വാ. ഓക്കെ, ഈ മെഹനാസ് ഈ മൂന്നാർ വിഷയവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടല്ലോ, അന്ന് നിങ്ങളോട് എന്താ പോലീസുകാർ പറഞ്ഞത്? അന്ന് പോലീസ് സംസാരിച്ചത് എന്താ വെച്ചാൽ, ഈ ഫസ്റ്റ് ഇവൻ വന്ന സമയത്ത്, ഇവൻ വരുന്നതിന് മുന്നേ ഞാനും ഈ അഹ്റാസും ഈ മെഹനാസും കൂടിയാണ് കയറിയത്, സ്റ്റേഷനിലേക്ക് കയറിയത്. അപ്പോൾ അവിടുന്ന് ഞങ്ങളെ കാര്യങ്ങളൊക്കെ കേട്ട്, അപ്പോൾ ഈ മെഹനാസ് എന്നോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ പോലീസിനോട് പറയുന്നത്. കാരണം അതിൽ ഈ ബാച്ച ഇവൾക്ക് മോശമായിട്ട് മെസ്സേജ് അയച്ച്, വീഡിയോസ് അയച്ചു കൊടുത്തു, വീഡിയോ കോൾ ചെയ്തു. അങ്ങനെ ഓളെ നിർബന്ധപ്രകാരം ഇവനെ മൂന്നാറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, മെഹനാസ് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ചിട്ട് ഇവനെയും അവളെയും കാണാൻ പാടില്ലാത്ത രീതിയിൽ ഈ മെഹനാസ് കണ്ടു. എന്നിട്ട് ഇവൻ്റെ ഫോണ് വാങ്ങി വെച്ച്. കാരണം ആ ഫോണിൻ്റെ അകത്ത് ഇവളെ പല മോശമായ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് പുറത്ത് പോകുന്ന പേടിച്ചിട്ട് ഞാൻ ഫോൺ വാങ്ങി വെച്ച്. അപ്പോൾ ഇവൻ തെറ്റാണ് ചെയ്തത്, ആ ഒരു രീതിയിലാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ പോലീസ് സാറത് ഓക്കെ വിശ്വസിച്ചു. പിന്നെ ഈ ബാച്ച വന്ന സമയത്ത് പിന്നെ ഞങ്ങൾ ഒരുമിച്ച്, ഈ ബാച്ചൻ്റെ ഉമ്മ ഉണ്ട്, ഉപ്പുണ്ട്, പെങ്ങളുണ്ട്, ഞങ്ങൾ മൂന്നാളും തന്നെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ ബാച്ച ഓൻ്റെ ഭാഗം പറഞ്ഞു. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്, രണ്ടും ഡിഫറൻ്റാണ്. അപ്പോൾ ആ സമയത്താണ് പോലീസ് ഈ മെഹനാസിനോട് ചോദിക്കുന്നത്, ഇനി എന്തുകൊണ്ട് അങ്ങനെ ഭാര്യയായിട്ടൊരു വിഷയമുള്ള ചെങ്ങായിനെ എന്തുകൊണ്ട് മൂന്നാറിലേക്ക് കൊണ്ടുപോയിന്ന്. ആ സമയത്ത് ഓനൊന്ന് എന്താ പറയുക, ഒന്ന് വെപ്രാളപ്പെട്ടു പോയി. പിന്നെ എന്നോട് ചോദിച്ച് എന്തുകൊണ്ട് ഇങ്ങനെ വിട്ടുന്ന്. അപ്പം ഞാൻ പറഞ്ഞ് എനിക്കറിയില്ല, ഇവരെ ഈ പോക്കും അറിയില്ല, ഒന്നും അറിയില്ല. ഞാൻ ഒരു ദിവസം രാവിലെ എണീച്ച് നോക്കുമ്പോൾ ഇവരെ കാണുന്നില്ല. മൂന്നാറിൽ ഇന്നെ കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ശരിക്കും മൂന്നാറിൽ ഞാനും പോകേണ്ടതാണ്, പക്ഷെ എന്തുകൊണ്ട് ഇന്നെ ഒഴിവാക്കി എന്നുള്ളത് ഇപ്പോഴും അറിയില്ല. അതായത് മൂന്നാർ ട്രിപ്പിലേക്ക് റിഫയുടെ സഹോദരനായ റിജിനെ കൊണ്ടുപോകുമെന്ന് മെഹനാസ് പറഞ്ഞിരുന്നു. പക്ഷെ രാവിലെ എണീക്കുമ്പോൾ നിങ്ങളെ കൂട്ടിയില്ല. എന്തുകൊണ്ടായിരിക്കും അത്? എന്തുകൊണ്ടറിയില്ല. രാവിലെ എണീക്കുമ്പോൾ ഞാൻ വില കാണുന്നില്ല. കാരണം ഇതിൻ്റെ മുന്നേ പ്ലാൻ ചെയ്താൽ അത് മൂന്നാറിൽ ഇങ്ങനെ ഒരു അത്യാവശ്യം വലിയൊരു റിസോർട്ടാണ്, അവിടെ പോകാണ്ട് എന്നുള്ളത്. ഞാനും പോകാമെന്ന് പറഞ്ഞതാണ്, ഞാനും ഉണ്ട് കൂട്ടത്തിൽ. വലിയ സംഭവമാണത്. ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പോകേണ്ട സംഭവമാണ്. ഈ ബാച്ച വീട്ടിൽ വന്നതോ ഇവര് ഒരുമിച്ച് പോയതോ ഒന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ രാവിലെ എണീച്ച് സാധാ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് പിന്നെ ഇവരെ സ്റ്റോറി കണ്ടിട്ടാണ് ഞാൻ അറിയുന്നത് പോകുന്നുണ്ടെന്ന്, അതിൽ ഇവനും ഉണ്ട് എന്നുള്ളത് ഞാൻ അന്നപ്പോൾ അറിയുന്നത്. അപ്പോൾ അതിൻ്റെ തലേന്ന് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായി എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞല്ലോ, അവിടെ ആദാമിൻ്റെ ചായക്കടന്ന് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായി എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ച സമയത്ത് ഈ മെഹനാസ് എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇവനൊരു തെറ്റ് പറ്റിപ്പോയി. എന്നുവെച്ചാൽ ഓക്കെന്തോ ഒരു മെസ്സേജ് അയച്ചാൽ മാനുവിന് എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നുപോയി. മൂന്നാറിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഓനെ ഇവർ തമ്മിൽ എന്തോ ചാറ്റ് ചെയ്തതിൽ മെഹനാസ് എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ട് ഇവനെന്തോ പറഞ്ഞെന്നാണ് പറഞ്ഞത്, എന്തോ ചീത്ത പറഞ്ഞു, ഇവനെ ഓളോ ആരോ ഒന്നിന് ചീത്ത പറഞ്ഞ്. അപ്പോൾ അത് എന്താ പറയുക, ജെന്യുവിൻ അല്ലാന്ന് മനസ്സിലായി. അപ്പോൾ ഇവനോട് എന്തോ ഒരു പാവം തോന്നിയിട്ട് ഇവനെ ഞാൻ കൊണ്ടുപോയതാണ്, അങ്ങനെയാണ് മെഹനാസ് എന്നോട് പറഞ്ഞത്.
ബാച്ചെ മേനാസ് ഒരു പാവം തോന്നിയിട്ട് കൊണ്ടുപോയതാണെന്ന്. അങ്ങനെയൊന്നും അല്ലല്ലോ മേനാസ് ഇപ്പോൾ ചാനൽ പറയുന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിന് ഈ കാര്യത്തിന് എതിരെ പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ ഈ മേനാസ് ഇപ്പോൾ ഇവളെ മോശമായിട്ട് ചിത്രീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് കാര്യങ്ങൾ കാണിച്ചും വീഡിയോ സ്നാപ്ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ കാണിക്കുന്നത് അതുള്ളതാണോ അല്ലാത്തതാണോ എന്നുള്ള അറിയില്ല. ഞാൻ ഇതുവരെ കണ്ടില്ല. ഞാനും ചോദിക്കാം. ഞാനും സ്നാപ്പ് ഉപയോഗിക്കുന്ന ഒരാളാണ്, ഞാൻ കണ്ടില്ല. പിന്നെ അങ്ങനെ ഇവന് ഓളെ കുറ്റം പറയാൻ പറ്റുമോ? അല്ല, ഒരു ഭർത്താവിന് പറ്റുമോ? എനിക്ക് പറ്റൂല. പരസ്യമായിട്ട് പറ്റൂല. കല്യാണം കഴിഞ്ഞില്ല, പക്ഷെ എന്നാലും അങ്ങനെ പറയാൻ പറ്റൂല, പരസ്യമായിട്ട് പറ്റൂല. അപ്പോൾ ഇവനിതിങ്ങനെ കയറി പറയുന്നത്. ഇവനെതിരെ പറയാനാണെങ്കിൽ ഇന്ത്യയിലും കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ എവിടെ ഇടാത്തതെന്ന് വെച്ചാൽ എനിക്കൊരു മാന്യത ഉണ്ട്. വേറെ സ്ത്രീകളുമായിട്ട് മേനാസിൻ്റെ ഫോണിൽ നിന്ന് മേനാസ് അയച്ച കുറച്ച് വേണ്ടാത്ത കുറച്ച് ചാറ്റുകൾ, കുറച്ച് ഫോട്ടോസ്, പിന്നെ വീഡിയോ കോൾ ചെയ്തേണ്ടത്, പിന്നെ ഇവൻ്റെ ഈ ബാച്ചൻ്റെ കുറച്ച് പേഴ്സണൽ വീഡിയോസ് ഓൻ്റെ ഫോണിലേക്ക് ആക്കി വെച്ചിരുന്നു. അത് ഈ റിഫക്ക് അയച്ച വീഡിയോസ് അല്ല, റിഫക്ക് അയച്ച വീഡിയോസ് അല്ല. അത് അങ്ങനെ ഒരു വീഡിയോ റിഫക്ക് അയച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവോ? ഇല്ലല്ലോ, ഞാൻ അയച്ചിട്ടും ഇല്ല. അത് ഇപ്പോൾ ഓനും വേറെ വിഷയമാണ്, ഓനുമായിട്ട് ബന്ധപ്പെട്ടത്, അത് റിഫയായിട്ട് ബന്ധപ്പെട്ടതല്ല. അപ്പോൾ ഇതൊക്കെ ഹൈഡ് ചെയ്ത് വെച്ച ഫോൾഡറിൻ്റെ അകത്തുനിന്ന് ഇവൻ എനിക്ക് കാണിച്ചു തന്ന മേനാസ്. അത് കാണിച്ചു തന്ന സമയത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത സമയത്ത് പെട്ടെന്ന് ഞാൻ കണ്ടതാണ് മേനും ഒരു വീഡിയോ കോൾ റെക്കോർഡ് ചെയ്ത്. അപ്പം ഞാനത് അന്നപ്പം ഞാൻ മൈൻഡ് ചെയ്തില്ല. ഓൻ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ റിഫക്ക് എന്താ സംഭവിച്ചതെന്നുള്ള ഓൻ ഈ ചാനൽ വന്ന് നാട്ടുകാർക്കല്ല പറഞ്ഞു കൊടുക്കേണ്ടി. ഓൻ ആദ്യം ചെയ്യേണ്ടത് ഒരു ഉമ്മ ഉണ്ട്, ഒരു വാപ്പുണ്ട്. ഇഞ്ചത് പോട്ടെ, എന്നോട് ഓൻ പറയണമെന്നില്ല, ഞാൻ കണ്ടുപിടിച്ചോളാം. പക്ഷേ ഈ ഉമ്മനോടും ഉപ്പനോടും ഓൻ വന്ന് പറയണോ, നിങ്ങളെ മോളഞ്ചപ്പരം നിങ്ങൾ വിശ്വസിച്ച് വിട്ടതാ, എന്താ സംഭവിച്ചതെന്നുള്ളത് ഞാൻ അന്വേഷിച്ച് നിങ്ങൾക്ക് കൊണ്ടുത്തരാം. അതല്ലെങ്കിൽ ഇപ്പം ബാച്ചാണെങ്കിൽ ബാച്ചക്കെതിരെ വരി, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, ഇവൻ്റെ അടുത്തേക്ക് പോവാം. അതും പറഞ്ഞിട്ട് ഇതുവരെ വിളിക്കുകയെ കാണുകയെ ഒന്നും ചെയ്തില്ല, ഒരു കാര്യം ചെയ്തില്ല. അതുപോട്ടെ, പിന്നെ ഇപ്പോൾ ഇവളെന്തോ ഒരു ചാറ്റിൻ്റെത് കാണിക്കുന്നുണ്ട്, സ്നാപ്പ് ചാറ്റിൻ്റെ. അതിൽ വ്യക്തതൻ്റെ ഒരു സ്നാപ്പ് ചാറ്റിൻ്റെ ഒരു സ്ക്രീൻഷോട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ആരും മോശമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അങ്ങനെ ഒരു ചർച്ച വേണ്ട. നമുക്കാരും മോശമായി അങ്ങനെ ഒരു തെറ്റായ രീതിയിലേക്ക് ചിത്രീകരിക്കുന്നില്ല. എന്നാൽ പോലും എന്താണ് ആ ചാറ്റ്? ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷേ എന്തെന്ന് വെച്ചാൽ ഈ ഒരു പെണ്ണ് ഇങ്ങനെ അങ്കായിട്ടാണ് ഇങ്ങോട്ടേക്ക് മെസ്സേജ് വന്നിട്ടുള്ളത്. ഞാനായിട്ട് അത്ര ഇതൊന്നും ഉണ്ടായിട്ട് എനിക്ക് അറിയൂല ഇവരൊന്നും. എന്നിട്ട് എന്നോട് അധികം ചാറ്റ് ചെയ്ത് ഇതിനാട്ടി മുമ്പ് കുറേ ചാറ്റ് എന്തെന്ന് വെച്ചാൽ ഈ മേനാസിന് എന്നെ പറഞ്ഞതാണ് ഇവള്, എന്നെ ക്രൂരമായ എന്നെ ഇതാക്കുന്നു, എൻ്റെ തല്ലുന്ന്, എനിക്ക് പറ്റുന്നില്ല, അങ്ങനെയൊക്കെ. ഇവൻ എനിക്ക് ഓവർ കെയർ തരുന്നില്ല. അതാണ് ഈ വോയിസിനോട് ഞാൻ പറഞ്ഞത്. ഈ നിങ്ങൾക്ക് ഇന്നലെ ഒരു വോയിസ് ഇട്ടിട്ടേ, എന്തായി നിങ്ങൾക്ക് ഓക്കെ ഇങ്ങനെ സുഖം എന്ത് ഞാൻ ഒന്ന് പറഞ്ഞിട്ടേ, അത് അങ്ങനെ ഇതാക്കിച്ചാണ് അന്ന് ആ ചൊടിയിൽ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഏറ്റവും സങ്കടമുള്ള കാര്യം എന്ന് പറഞ്ഞ, ഒരു സഹോദരനെ ഇതൊക്കെ കേട്ടിരിക്കുകയും ഇതൊക്കെ കാണുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ആ അവസ്ഥ റിജിനിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം റിഫയെ ഞാൻ എൻ്റെ സഹോദരിയെ പോലെയാണ് കാണുന്നുള്ളത്. അപ്പോൾ എനിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സങ്കടമുണ്ട്, ഇതുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് മുന്നിൽ ഇതൊരു ഇങ്ങനെ ചർച്ചയാക്കപ്പെടുമ്പോൾ റിജിനായാലും എനിക്കായാലും വീണ്ടും വീണ്ടും ഇത് വരും. നമ്മളൊരു പ്രാവശ്യം അവസാനിപ്പിക്കാമെന്ന് കരുതിയതാണ്. ഹൈക്കോടതിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മളിതൊക്കെ വേണ്ട, ഇനി വീഡിയോസ് ഒന്നും വേണ്ട എന്ന് നമ്മൾ തീരുമാനം. പക്ഷെ വീണ്ടും വീണ്ടും നമ്മളെ കൊണ്ടുവരികയാണ്. ഇപ്പോൾ മേനാസ് ചെറ്റതരം കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഓളെക്കുറിച്ച് ഇപ്പോൾ മോശമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ കംപ്ലയിൻറ്റ് എന്താണെന്നും ആയില്ല, അപ്ഡേഷൻ വന്നില്ല. പക്ഷെ എന്തായാലും അത് അതിൻ്റെ ഇതിൽ വരിക തന്നെ ചെയ്യും. കുടുംബത്തിൽ കയറി കളിച്ച് ഞങ്ങളെ കുടുംബം തമ്മിൽ തെറ്റാൻ കാരണം തന്നെ അങ്ങനെ വലിയൊരു പ്രശ്നവുമില്ല. ഈ റിയാസും ഈ പറയുന്ന മെഹനാസും തമ്മിലുള്ള പ്രശ്നം എന്തായിരുന്നു? അതെന്ന് പറഞ്ഞാൽ ഈ റിയാസ്ക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ ഒരു കാരണവര സ്ഥാനമാണ്. മൂത്ത ഒരാളെന്ന് പറയുന്നത് ഇപ്പം മൂപ്പരാണ്. അപ്പോൾ മൂപ്പർക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും വലിയ കാര്യമാണ്, ഞങ്ങൾ മക്കളെല്ലാവരും വലിയ കാര്യമാണ്. മൂപ്പര് നല്ല നിലക്ക് തന്നെ മൂപ്പരെ കൊണ്ടാകുന്നോണോ ഞങ്ങളെ സ്നേഹിക്കലും ഇതാക്കലൊക്കെ ഉണ്ട്. ഇവളെ പ്രത്യേകിച്ച് കുടുംബത്തിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവളെല്ലാവരുടെ അടുത്തും അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവക്ക് ഇങ്ങനെ ഒരു ആലോചന വന്ന സമയത്ത് മൂപ്പർ അന്വേഷിച്ച് നോക്കിയപ്പോൾ പല കാര്യങ്ങളും കേട്ട്. പക്ഷെ അത് അന്ന് മൂപ്പർ പറഞ്ഞപ്പോൾ ഈ മേനാസിൻ്റെ വലയിൽ കൂടിയും പോയി എൻ്റെ ഉമ്മയപ്പി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വലിയ സമ്മതമൊന്നുമില്ല. ഞാൻ ഈ മേനാസിൻ്റെ വീട്ടിൽ എത്ര പ്രാവശ്യം പോയിക്കുന്നുള്ളത് അന്വേഷിച്ചറിയാം. 1 or 2 പ്രാവശ്യം ഞാൻ ഈ മേനാസിൻ്റെ വീട്ടിൽ പോയുള്ളൂ. കാരണം എനിക്ക് വലിയ സമ്മതമല്ലായിരുന്നു, ഓളെ ഇഷ്ടത്തിന് മാത്രം നിന്ന് കൊടുത്താണ്. അപ്പോൾ ഈ മാമൻ എന്ത് ചെയ്ത്
ആ കാര്യങ്ങളൊക്കെ നമ്മളടുത്ത് വന്ന് പറഞ്ഞു. പക്ഷേ ഇമ്മ ഇപ്പം ഇവൻ്റെ വലയിൽ വീണ് പോയതിനെ കൊണ്ട് അത് എതിർക്കേണ്ടി വന്നു. അത് ഇവൻ എന്താ പറയുക, അതിനുള്ള വഴി ഇവനാണ് ഒരുക്കി വെച്ച്. അങ്ങനെയാണ് ഈ ഇവര് തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുന്നത്. അതായത് നിങ്ങൾക്കിടയിൽ ഈ പറയുന്ന നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരു പ്രശ്നം വരാൻ കാരണം ഈ മെഹനാസ് ആയിരുന്നു. അതെ, മെഹനാസാണ്. ഈ മെഹനാസിൻ്റെ പേരിലാണ് മൂപ്പര് ഈ ഓരോ വരവിലും ഗൾഫിലാണ് ആൾ ഓരോ വരവിലും ഞങ്ങളുടെ അടുത്തേക്ക് സംസാരിക്കാൻ വരുന്ന സമയത്ത് ഞങ്ങൾ പറയല മെഹനാസ് ഉണ്ട് ഇപ്പം വരണ്ട വിഷയമാവുന്നു. കാരണം മെഹനാസ് എപ്പോഴും പറയാനു ഞാൻ അയാളെ അങ്ങനെ ആക്കൂ ഇങ്ങനെ ആക്കൂ മറ്റേതാക്കൂ. ഇപ്പോൾ ബാച്ചൻ്റെ വിഷയത്തിൽ പറഞ്ഞ മാതിരി തന്നെ അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യലുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കുമെന്ന്. പിന്നെ മാത്രമല്ല മൂപ്പര് അത്യാവശ്യം സോഷ്യൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്, സോഷ്യൽ വർക്കൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ മൂപ്പര് ഓരോ പ്രശ്നങ്ങളുണ്ടാകുമല്ലോ. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ കുത്തിപ്പൊക്കിയിട്ട് അതിൻ്റെ വയ്യ നടക്കുക, അതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ പരിപാടി. പിന്നെ എന്താ ഇപ്പോൾ എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഓനെ എന്തിനാണോ ഇപ്പോൾ ഇറങ്ങി തിരിച്ച് ഓൻ്റെ ഭാര്യൻ്റെ മരണ കാരണം. പക്ഷെ ഓനിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. ഇന്നലെ ഒരു വീഡിയോ ഉണ്ട് ഹിപ്നോട്ടിസം ചെയ്യുന്നത്. അതൊക്കെ ക്രിയേറ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ അങ്ങനെയല്ല കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ കേട്ടറിവ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് ഒരു ക്രിയേറ്റഡ് ആയിട്ടാണ് തോന്നുന്നത്. ബോഡി നാട്ടിലേക്ക് കൊണ്ടുവന്നൊരു സമയമുണ്ടല്ലോ, അതായത് ഈ മൃതശരീരം റിഫയുടെ നാട്ടിലെത്തിയ സമയം, ആ സമയം മെഹനാസ് അവിടെ വന്നു അല്ലേ? എന്തായിരുന്നു ആ സമയം നിങ്ങളോട് പറഞ്ഞത്? എന്തായിരുന്നു അവിടെയുള്ളൊരു അവസ്ഥ? ആ സമയത്തൊന്നും സംസാരിച്ചില്ലേ. ഇവൻ ശരിക്കും എയർപോർട്ടിൽ നിന്ന് ആംബുലൻസ് പുറപ്പെട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇവൻ്റെ കൂടെയുള്ള ആൾക്കാരും ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാൻ കുറേ ലേറ്റായിട്ടാണ് ഞാൻ വന്നത്. കാരണം എൻ്റെ സുഹൃത്തുക്കളുണ്ടായിരുന്നു, ഓരോ കൂടെ ഞാൻ വന്നതാണ്, മെല്ലെ വന്നതാണ്. പക്ഷേ ഞാൻ അടുത്തിട്ടു ആംബുലൻസ് എത്തിയ ടൈമിലാണ് ഇവർ അവിടെ എത്തുന്നത്. അപ്പോൾ ഇവർ കുറച്ച് കറങ്ങിയിട്ടൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാകുക. ഇനി എന്താ അവിടെ സംഭവിച്ചതെന്ന് അറിയില്ല. വന്നു കഴിഞ്ഞ് ഞാൻ പിന്നെ കണ്ടില്ല. പിന്നെ ഞാൻ വാപ്പനെയും അമ്മനെയും ഒക്കെ ആയിട്ട് ഇവളെ കാണിക്കാനും ഇതൊക്കെ ആയിട്ടുള്ള തിരക്കിലായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ എൻ്റെ സുഹൃത്തുക്കൾ ഇവർ ആകെ കരഞ്ഞിട്ട് ഞാൻ മാക്സിമം ഞാൻ പിടിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവലും കൂടി കരയുന്ന കണ്ടിട്ട് എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഇവലെടുത്തേക്ക് പോയപ്പോൾ അതിൽ കൂട്ടത്തിലുള്ള ഒരുത്തന്നോട് പറഞ്ഞു, ഇനി അച്ഛങ്ങായിനെ നോക്ക്, ഓളെ ഭർത്താവാ, ഓൻ കുത്തിരിപ്പിന്ന് ഒരു കുത്തിരിപ്പ് നോക്കുന്നു. അപ്പം ഞാൻ നോക്കുന്ന സമയത്ത് ഓനൊന്നുമില്ല, സാധാമാതിരി ഇങ്ങനെ കുത്തിരിക്കുന്നത്, സങ്കടമില്ല സന്തോഷമില്ല ഒന്നുമില്ല, ഒരു നോർമലായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന മാതിരി ഇങ്ങനെ. ഇപ്പം കരയുന്നത് പോലെ ആ സമയത്ത് ഇല്ല. അത് നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മതിയാവും. ഈ തൊട്ട് മുന്നത്തെ വീഡിയോസിൽ ഓൻ കരയേതാക്കുകയൊന്നും ചെയ്തില്ല. ഇപ്പം അത് അപ്ഡേറ്റ് ചെയ്ത് പഠിച്ചു വരികയാണ്. അതാരോ പഠിപ്പിക്കുകയാണ്. എന്താ വെച്ചാൽ ഇൻ്റർവ്യൂ കൊടുക്കുന്ന ആൾക്കാരാണ് ആദ്യം ചവിട്ടാൻ. എന്താ പറയുക, അങ്ങനത്തെ തോന്നിയാസ വാക്കുകളാണ് ചോദിക്കുന്നത്. ഭാര്യനെ കുറിച്ച് ഇങ്ങനെ ഒരു വിഷയം പറയുന്ന സമയത്ത് മറ്റവൻ അങ്ങോട്ട് ചോദിക്കുക, എന്നിട്ട് ബാക്കി പറയുന്നു. ഓൻ്റെ പുരയെന്നാണ് സംഭവിച്ചെങ്കിൽ ഓൻ ഇനി നിൽക്കാനോ? അത് ആരെന്നായാലും അതിൻ്റെ മറവിൽ മറ്റവനായാലും ശരി, ഓൻ ചെയ്തത് പരച്ചെറ്റത്തരാണ്. കാരണം ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഓൻ്റെ പുരയിലും ഉണ്ട് പെൺകുട്ടികൾ. ഓൻ ആരാന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഒരു ആൽബം മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട ഒരാളാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാൻ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഓനോടൊക്കെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ക്യാമറൻ്റെ മുന്നിൽ വന്ന് അഭിനയിക്കുന്ന മാതിരിയല്ല, നമ്മളൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്, ജീവിതം കണ്ട് പഠിച്ചോളാം. അതിനോട് ഇമ്മാതിരി തോന്നിയാസ കളിക്കൊന്നും നിൽക്കണ്ട, അതേ പറയാനുള്ളൂ. വളരെ ശരിയായ കാര്യമാണ്, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു വീഡിയോ കോളിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. നിങ്ങൾ റിഫയ്ക്ക് എത്ര തവണയാണ് വീഡിയോ കോൾ ചെയ്തത്? അത് മോശമായ വീഡിയോ കോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവാം, പക്ഷെ അത് മോശമായ വീഡിയോ കോൾ ആയിരുന്നു. ഞാൻ നാട്ടിലെത്തിയ ശേഷമാണ് ഞാൻ നാട്ടിലെത്തി അന്നാണ് ഈ ഫസ്റ്റ് വീഡിയോ കോൾ ആക്കുന്നത് എന്നെ. അപ്പോൾ അവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ബബ്ലു ബഷീർ എന്നൊരു പേരുള്ള. അപ്പോൾ അവനക്കറിയാം ഞാൻ ഇങ്ങനെ കോളാക്കിയെന്ന്. അവനോട് ചോദിച്ചെങ്കിൽ അറിയാം. ഞാൻ ചോദിച്ചിട്ടുണ്ടായി, എനിക്ക് എന്തായിട്ട് ഇങ്ങനെ കണ്ടില്ല ഞാൻ മോശമായിട്ട്. അപ്പോൾ ഞാൻ അയച്ച ക്ലിപ്പ് റിഫയോട് നിങ്ങൾ വീഡിയോ കോൾ ചെയ്തത് എത്ര തവണയാണ്? ഞാൻ ഏകദേശം ഒരു ദിവസം തന്നെ ഇവിടെ 2 വട്ടം ഇങ്ങോട്ട് വിളിച്ചതാണ്. ആ 2 തവണ മാത്രമാണ് കോൾ? അതെ. ആ 2 തവണയും റിഫയുടെ കൂടെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു. ഒരു സൗഹൃദ അന്തരീക്ഷത്തിലാണ് കോൾ വിളിച്ചത്? അതെ. ഫസ്റ്റ് വിളിച്ചത് ഞാൻ പറഞ്ഞ ഈ ബഷീർ പറഞ്ഞില്ലേ, അവരുടെ ഷോപ്പിൽ അവരെന്തോ മീറ്റ് അങ്ങനെ എന്തോ തോന്നുന്നു. അത് ഞാൻ കാണിച്ചു തരാം അവർ ഇൻസ്റ്റാല്. ഇതിലുണ്ട് ഏതായതില്ലേ? ആ കുട്ടി സൂയിസൈഡ് ചെയ്യാനുള്ള റീസൺ അല്ലെങ്കിൽ അത് എന്താണ് അതിൻ്റെ റിയാലിറ്റി എന്നുള്ളത് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. എന്താ സത്യാവസ്ഥ ആണത്. ആ കുട്ടി ഇനി വല്ല അവരുടെ ഫാമിലി, നീ ഒരു ടെൻഷനും അടിക്കണ്ട, നീ ഒന്നും ചെയ്തില്ല, നീ എന്തിനു പേടിക്കേണ്ട ആവശ്യം? പോയി പണിയൊക്കെ പറയും. ഈ കുറ്റം പറഞ്ഞ് നടക്കണവരും ഇത്
ആ സമയത്ത് അതായത് ഞങ്ങൾ പിന്നെ മൂന്നാറിലേക്ക് ട്രിപ്പ് പോയ സമയത്ത് ഈ മെഹനാസ് എന്നെ വിളിച്ചിട്ട് ഉണ്ടായിരുന്നു. വിളിച്ച സമയത്ത് മെഹനാസ് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം, ബബ്ലു പിന്നെ നീ നിനക്ക് ഇവനെ ബാച്ചനെ അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ബാച്ചനെ അറിയാം, പക്ഷെ ഞാൻ 2 ദിവസത്തെ പരിചയമായിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഫൈൻ, അപ്പം എങ്ങനെ അവനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും ഡീപ്പായിട്ട് അറിയാം? ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല വല്ലായി, എനിക്ക് 2 ദിവസത്തെ പരിചയം മാത്രമേ ഉള്ളൂ, നമ്മൾ അവിടുന്ന് ഫ്രണ്ട്സ് ആയതാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ വീഡിയോ കോൾ ചെയ്തു എന്ന് പറയുന്ന ഒരു ആരോപണം, അത് എത്ര തവണയാണ് നിങ്ങൾ വീഡിയോ കോൾ ചെയ്തത്? അത് തെറ്റായ രീതിയിലാണ് വീഡിയോ കോൾ ചെയ്തിട്ടുള്ളത്? ഞാൻ നാട്ടിൽ വന്ന ശേഷം 2 തവണ, ഒരു ദിവസം 2 വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നാട്ടിലെത്തിയ ശേഷം ഒന്ന് എൻ്റെ മൂത്താൻ്റെ പേർക്ക് പോയിട്ടാകുമ്പോൾ റിഫാർഡിന് വിളിച്ചതാണ്. അതെൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു തോന്നുന്നു അവിടെ അടുത്ത്. അങ്ങനെ എന്നെ അറിയുമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ കോൾ ആക്കി. അപ്പോൾ ആ ഫ്രണ്ട് ഞങ്ങൾക്ക് അറിയുന്ന ഒരു ഫ്രണ്ടാണ്. അത് ഒറ്റക്കല്ലായിരുന്നു, കൂട്ടത്തിലാളുണ്ടായിരുന്നു. പക്ഷെ ഒറ്റക്ക് വീഡിയോ കോൾ ചെയ്തു എന്നുള്ളതാണല്ലോ മെഹനാസ്. ഒറ്റക്ക് വീഡിയോ കോൾ ചെയ്തെന്നാണ് മെഹനാസ് പറയുന്നത്. അതും മോശമായ രീതിയിൽ. അതെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഓൻ കാണിക്കാൻ പറയുമോ? ഞാൻ പറയുന്നത് നീ കാണിക്കും മെഹനാസിനോട്. അങ്ങനെ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാം. അതെ, എൻ്റെ ഞാൻ ചെയ്തിട്ടാലോ. പക്ഷെ നിങ്ങളുടേതായിട്ടുള്ള വീഡിയോ ഉണ്ടെന്ന് പറയുന്നത് നിങ്ങളുടെ എൻ്റെ ഒരു അതെന്താ പറയണ്ട, എൻ്റെ പേഴ്സണൽ വീഡിയോ. അതെ, ഇവൻ കടുക്കും കാണിച്ചു തന്നല്ല പറഞ്ഞു. അത് കണ്ടിട്ട് ചോദിക്കാൻ പാടില്ല, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അല്ല, അത് ഇങ്ങനെ ഒരാൾക്ക് അയച്ചു കൊടുത്ത മാതിരിയുള്ളതല്ല. മനസ്സിലായി. അത് വേറെ ആളുമായിട്ട് ബന്ധപ്പെട്ട അവൻ്റെ വേറെ കാര്യമാണ്. അതും ഇതുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത് ഈ പറയുന്ന റിജിൻ്റെ ഉപ്പയും ഉമ്മയും കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ ഈ പറയുന്ന ബാച്ചക്കെതിരെ പരാതിയുമായിട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണല്ലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. മെഹനാസാണ് അങ്ങനെ പറഞ്ഞത്. അതാ ഞാൻ പറയുന്നത്, ഈ മെഹനാസ് എന്തിനാ അങ്ങനെ തൊള്ളേ തോന്നുന്ന കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്? കാരണം എന്താ വെച്ചാൽ അവർ 2-3 പ്രാവശ്യമോ ഉമ്മനെയും ഉപ്പനെയും വിളിച്ചിട്ട് പെട്ടെന്ന് വിളിച്ചറിയുക, ഇപ്പം പോകണോ സ്റ്റേഷനിൽ പോകണോ കംപ്ലയിൻറ്റ് എടുക്കുന്നു. എന്തിനെന്ന് ചോദിച്ചാൽ അത് നിങ്ങളൊന്നും അറിയണ്ട, ഈ ബാച്ച തന്നെ ആക്കെതിരെ പോയി കംപ്ലയിൻറ്റ് കൊടുക്കുക, ബ്ലാക്ക് മെയിലിനോ അങ്ങനെ എന്തോന്ന് അതിന് പോയി കൊടുക്കുന്ന പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിൽക്ക്, ഞാൻ പറഞ്ഞോളാം അപ്പനോടും ഉമ്മനോടും, ഞാൻ കൊടുപ്പിച്ചോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഓരോട് നിങ്ങൾ കൊടുക്കൊന്നും വേണ്ട, എന്താണെന്ന് അറിയാണ്ട് വെറുതെ പോയി കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റുമോ? പിന്നാണ് ഇത് അറിയുന്നത് ഈ വിഷയത്തിനെ കുറിച്ചാണെന്ന്. പക്ഷേ ഈ വിഷയത്തിനെ കുറിച്ച് ഉമ്മയും വാപ്പയും അല്ലാതെ കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടത് മെഹനാസല്ലേ. മെഹനാസാണ് ബാച്ചനെ കൊണ്ടുപോയത്. ബാച്ച, മെഹനാസ്, പിന്നെ ഈ പറഞ്ഞ ടീം എല്ലാവരും കൂടി ഉള്ളത്. അപ്പോൾ കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടത് ഇവൻ മെഹനാസാണ്. മെഹനാസിൻ്റെ ഭാര്യനോട് മോശമായിട്ട് ഇവൻ പെരുമാറിയെന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ അത് കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടത് മെഹനാസാണ് അല്ലേ? അത് ശരിയാണ്. കാസർഗോഡ് സ്റ്റേഷനിൽ പോയപ്പോൾ മെഹനാസിന് പരാതി ഇല്ലാന്ന് മെഹനാസ് പറഞ്ഞു. എനിക്ക് പരാതി ഇല്ലാന്ന്. ഓൻ പരാതി കൊടുത്തില്ലല്ലോ ഇവിടെ. ഇവൻ മാത്രമാണ് അവിടെ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തത് ഈ ഒരു വിഷയത്തിൽ. ഇവൻ്റെ ഫോണ് ഇല്ലയെന്ന് പറഞ്ഞിട്ട് തട്ടി വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തെന്ന് പറഞ്ഞിട്ട്. അല്ലാണ്ട് ഇതിൻ്റെ പേരിൽ വേറൊരു കേസോ കാര്യങ്ങളോ ഒന്നുമില്ല. അല്ല, അതൊരു വലിയ ചോദ്യമാണ്. കാരണം മെഹനാസ് പരാതി കൊടുക്കേണ്ടതായിരുന്നു, പക്ഷെ മെഹനാസ് അവിടെ പരാതി കൊടുത്തിട്ടില്ല. ബാച്ചയാണെങ്കിൽ പരാതി കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങൾ പരാതി കൊടുത്തു മറ്റുള്ള കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ പോലീസ് എന്താണ് നിങ്ങളോട് പറഞ്ഞത്? പോലീസ് അവനെ വിളിപ്പിച്ച്, അവന് ഫസ്റ്റ് 2 വട്ടം വിളിച്ചിട്ട് അവൻ വന്നില്ല, 3ാമത് വിളിച്ചിട്ടാണ് വന്നത്. അത് കഴിഞ്ഞതിലും ഞാൻ പറഞ്ഞതാണ് നിങ്ങളോട് ഈ വീഡിയോയിൽ. പിന്നെ ഓനോട് ചോദിച്ചു പോലീസ്, നിനക്ക് ഓൻ്റെ എന്തെങ്കിലും തെളിവുണ്ടോ കാണിക്ക്, ഓനക്കെതിരെ കേസ് എടുക്കാം. നീ ചിന്തിക്കുന്ന, അതായത് നീ ഉദ്ദേശിക്കുന്ന പ്രതി, നീ ഉദ്ദേശിക്കുന്ന ആൾ ഇവനാണെങ്കിൽ ഇവൻ തെളിവ് കാണിക്ക്, ഇവനിപ്പോൾ തന്നെ നമുക്ക് അറസ്റ്റ് ചെയ്യാം. പോലീസ് നിങ്ങളോട് മെഹനാസിനോട് പറഞ്ഞതാണ്. അപ്പോൾ മെഹനാസിൻ്റെ അടുത്തുണ്ടായതാ നിങ്ങളുണ്ടായിട്ടേ. നിങ്ങളുണ്ടായിരുന്നു, മെഹ്റാസും ഉണ്ടായിരുന്നു. പിന്നെ മെഹനാസ് ഇല്ല, എന്തുമില്ല, എല്ലാം സോൾവ് ആക്കി, എല്ലാം ഇതാക്കിയിട്ട് അവിടുന്ന് പോയതാണ്. പിന്നെ എനിക്കറിയാൻ സാധിച്ചതില്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം ഇവർ ദുബായിക്ക് പോകുന്ന ഇതാണ് കണ്ടത്. അതിനുശേഷം ഒന്നും കോണ്ടാക്ട് ഒന്നുമില്ല. അതിന് ശേഷം ഇങ്ങനെ ഇതെല്ലാം ഒപ്പിട്ട് പിന്നെ അവർ ദുബൈയിലെത്തിയതിനു ശേഷമാണ് ഈ സിമ്മിന് വേണ്ടിയിട്ട് വോയിസ് അയക്കുന്നത്. അതിനുശേഷം ഒന്നും യാതൊരു തരത്തിലൊരു കോണ്ടാക്ട് ഇല്ല. അത് ഈ അയക്കാനുള്ള കാരണം വെച്ചാൽ, ഈ വോയിസ് ഒക്കെ അയക്കാൻ കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, സിമ്മാണ് എനിക്ക് മെയിൻ ഉണ്ടായത്. ഫോൺ ഓൾറെഡി പൊട്ടിച്ചിട്ട് എനിക്ക് തന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അവൻ കള്ളാന്ന് പറഞ്ഞത്, എൻ്റെ കയ്യിൽ സിമ്മില്ല, അതിൽ സിം ഉണ്ടായിട്ടില്ല, അങ്ങനെയാണ് പറഞ്ഞത്. തെളിവിന് ഈ അഹ്റാസ് തന്നെ ഉണ്ട്, ഈ മെഹനാസിൻ്റെ അളിയനായ അഹ്റാസ് തന്നെ ഉണ്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കൺഫ്യൂഷൻ ആവുകയാണല്ലേ. കാരണം മെഹനാസ് ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴിവുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ ഒന്നുകൂടി നമുക്ക് വ്യക്തമായി മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ മെഹനാസ് വരേണ്ടതുണ്ട്. മെഹനാസ് ഓപ്പോസിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ വിഷയങ്ങളിലെ വസ്തുതകൾ അറിയാൻ വേണ്ടി സാധിക്കും. അതില്ലെങ്കിൽ ഈ മറ്റേ അഹ്റാസ് എന്ന് പറഞ്ഞ ആൾ വന്നാലും മതി. അതായത് മെഹനാസിൻ്റെ സഹോദരിയുടെ ഭർത്താവ്.
കാരണം ആളിയിൽ ഇൻവോൾവ് ആണ്. ആളെ പേര് ഇതുവരെ ഇതിലേക്ക് വന്നില്ല, എന്താണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ആളിയിൽ ഇൻവോൾവ് ആണ്. ആൾ ഇത് തുടക്കം മുതൽ മൂന്നാറിൽ പോയപ്പം ആളുണ്ടല്ലോ കൂടെ. പിന്നുള്ളത് ജംഷാദാണല്ലോ, അതേതായാലും മുങ്ങി, ഏതായാലും ആണല്ലാന്ന് തോന്നുന്നു, പറയുന്നില്ല, പറഞ്ഞാൽ അധികമാവും. അപ്പോൾ ഇവന് ഈ സംഭവത്തിലുണ്ട്. അപ്പോൾ ആര് ഈ അഹ്റാസ് പറയുന്ന ആൾ, അപ്പോൾ ആൾക്ക് മുന്നിൽ വന്നൂടെ? അതെ, അഹ്റാസാണ്. അതായത് ഈ പറയുന്ന മൂന്നാർ വിഷയത്തിൽ ഒരു മധ്യസ്ഥനായി നിന്നത് അഹ്റാസാണ്, പോലീസിൻ്റെയും ബാദ്ഷയുടെയും മെഹനാസിൻ്റെയും ഇടയിൽ. അപ്പോൾ അഹ്റാസ് പറഞ്ഞാൽ മാത്രമേ ഇനി കാര്യങ്ങളുടെ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ബാച്ചൻ്റെ ഓപ്പോസിറ്റ് ഞാൻ ഇരിക്കുന്നത്, പിന്നെ ഇവന് പൂർണ്ണമായിട്ട് തെറ്റുകാരനല്ല എന്ന് ഞാൻ എപ്പോഴും പറയുന്നില്ല, നമ്മളാരും പറയുന്നില്ല. ഇവൻ്റെ കാര്യങ്ങൾ ഓപ്പണായിട്ട് വിളിച്ച സമയത്ത് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറയാനുള്ള ധൈര്യം കാണിക്കുന്നുണ്ട്. ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വന്നത്, ഇന്നിങ്ങനെ സംസാരിച്ചത്. അതേപോലെ ഞാൻ പിന്നെയും പറയുകയാണ്, ഇവിടെ ഇനിയും ചെയറിടാൻ സീറ്റുണ്ട്. ജംഷാദിന് വരാം, മേനാസിന് വരാം, ഇനി വേണം അഹ്റാസിന് വരാം, ആർക്ക് വേണം വരാം, നമുക്ക് സംസാരിക്കാം, എന്നിട്ട് ക്ലാരിറ്റി വരുത്താം എല്ലാ കാര്യങ്ങളിലും. പിന്നെ ഒരു കാര്യം എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറയരുത്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ രാത്രിയോ അല്ലെങ്കിൽ പകലോ ഇരുന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾക്കൊരു ഊഹാപോഹത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് പൊതുസമൂഹത്തോട് വിളിച്ചു പറയരുത്. എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം നിയമപരമായിട്ട് നേരിടുക തന്നെ ചെയ്യും, ഒരു സംശയം വേണ്ട. അത് നിങ്ങൾ വിചാരിക്കുക ഈ നിയമപരമായിട്ട് നേരിടുന്നത് ആ രീതിയിൽ ഒരിക്കലുമല്ല. കോടതി വഴി വളരെ കൃത്യമായിട്ട് ഞങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. എന്തായാലും ഇതൊരു പ്രാഥമിക ഘട്ടത്തിലുള്ള ഒരു ചർച്ചയാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് കുറേ മെസ്സേജൊക്കെ വരുന്നുണ്ട്. അതായത് പെണ്ണുങ്ങളെ പേര് വെച്ചിട്ടാണ് വരുന്നുള്ളത്. അപ്പോൾ ഒരാൾ, ഞാൻ ഇത് നിയമത്തിൻ്റെ മുമ്പിൽ ഇത് എന്തായാലും കൊടുക്കും. ഇത് കളവ് പറയുന്നല്ല, നിങ്ങൾ ഇത് വിചാരിക്കുന്നുണ്ടോ എപ്പോഴും ഇങ്ങനെ പറയുന്ന മാത്രമാണ്. ഇതെല്ലാം ഞാൻ കൊടുക്കുന്ന ഉറപ്പാണ്. കാരണം ഞാൻ തെറ്റ് ചെയ്യാത്തവനാണ്. ഞാൻ എന്നിട്ടാണ് ഇവരുടെ മുമ്പിൽ ഇത്ര ധൈര്യത്തിൽ വന്നിട്ട് നിൽക്കുന്നുള്ളത്. ഇൻഷാ അല്ലാ ഈ റിഫാക്ക് എപ്പോൾ നീ ഇത് കിട്ടുന്ന അന്ന് വരെ ഞാൻ ഈ റിജുൻ്റെ ഒക്കെ എന്തായാലും ഉണ്ടാവും. ഇൻഷാ അല്ലാ ഞാൻ തെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഉറപ്പിച്ച. ഞാൻ പറഞ്ഞില്ല മുസാഫ് എടുക്കാൻ ഞാൻ ഇന്ന് പിടിച്ച് സത്യം ചെയ്യാം. എനിക്ക് ഇന്ന് വരെ അവരെ കണ്ടിട്ട് ദുബൈന്ന് സത്യം പറയണം. കഴിഞ്ഞ കാര്യം പോയിട്ട് അത് കോംപ്രമൈസ് ആയ കഥയാണ്. അതിൻ്റെ ശേഷം ഞാൻ ഇവരായിട്ട് ഒന്നിനും പോയിട്ടില്ല. ഇപ്പോൾ മെഹനാസ് പറയുന്ന വേറൊരു കാര്യമുണ്ട്. അതായത് നിങ്ങളെ റൂമുകൾ തമ്മിൽ തൊട്ടടുത്താണെന്ന്. അതായത് ബാച്ചൊക്കെ അവിടെ നിന്ന് നടന്ന് വന്ന് കാണാനുള്ള ദൂരമേ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി എനിക്ക് തന്നിട്ടുണ്ട്, എനിക്കത് മനസ്സിലായിട്ടുണ്ട്. അത് ഇവർക്കും കൂടി ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. എൻ്റെ റൂം ദുബായിൽ എവിടെയാണെന്ന്, ദുബായിൽ ഷാർജ എന്ന സ്ഥലമുണ്ട്. ഷാർജയിൽ റോളയിലാണ് എൻ്റെ റൂം. ഇവർ എവിടെയാണ്? ദുബായ്. ഷാർജ, ഈ ദുബൈയിൽ കാണുന്നവർക്ക് അറിയാം ഈ ഷാർജ കറമയിൽ നിന്നും ഷാർജയിലേക്ക് എത്ര കിലോമീറ്റർ ഡിഫറൻറ്റ് ഉണ്ടെന്ന്. ഇതൊക്കെ പച്ചക്കള്ളം എന്തിനാണ് മെഹനാസ് പറയുന്നത്? അപ്പോൾ ഈ മെഹനാസ് പറയുന്നത് എത്ര 300 മീറ്ററാ എന്ത് നടക്കുന്ന ദൂരമാണ്. ഞാൻ ഈ ദുബായിൽ താമസിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ദുബായിൽ ഷാർജ എന്ന സ്ഥലമുണ്ട്. ഷാർജയിൽ റോള എന്നെ അറിയാം. റോള പരിസരത്തുള്ള ആ റോള മാളിൽ അന്വേഷിച്ചാൽ എന്നെ അറിയാം എല്ലാവർക്കും. കാരണം അവിടെ തന്നെയാണ് ഉണ്ടാവില്ല അധികം. ഈ മെച്ചെന്നൊന്നും ഞാൻ അവിടെ തന്നെയാണുള്ളത്. CCTV ഓൾറെഡി ഇട്ട് കൊടുത്തതാണ്. പിന്നെ ഈ കറാമയില്ലേ, അവരുടെ കറാമയിൽ നിന്നും ഈ റോളയിലേക്ക് എത്ര ദൂരമുണ്ട് നിങ്ങൾ തന്നെ പറ. ആ ട്രാഫിക് വഴി ഞാനിപ്പോൾ ദുബൈ നൈഫിലൊക്കെ മറ്റേ പോയാൽ ആ ട്രാഫിക് വഴി അവിടുന്ന് ടാക്സി പിടിച്ച് പോയെങ്കിൽ ഏകദേശം 1 മണിക്കൂറെങ്കിലും വേണം ഷാർജയ്ക്ക് പോകാൻ, റോളയിലേക്ക്. ഈ കാണുന്ന പ്രവാസികൾക്കറിയാം. അപ്പോൾ എന്തിനാണ് ഈ മെഹനാസ് ഇത്ര കള്ളം വെച്ച് എൻ്റെ എല്ലാ ഇതും എന്താ പറയുക എല്ലാ കേസും എൻ്റെ തലക്കിടുന്നതിന്? കഴിഞ്ഞ കേസ് ഞാൻ ഓൾറെഡി എല്ലാം പോലീസ് സ്റ്റേഷനിൽ പോയി തുറന്ന് പറഞ്ഞതാണ്. അത് എല്ലാം കോംപ്രമൈസ് ആയ സംഭവമാണ്. ഇതിലായി ഞാൻ ഒരു പങ്കുമില്ല സത്യമായിട്ടും. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിച്ചതിൽ എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ? കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ബാച്ചന ഈ ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധരിച്ച മാതിരി, തെറ്റിദ്ധരിക്കാന്നല്ല പൂർണ്ണമായിട്ട് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എന്താ, ഇവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലാരിറ്റിയിൽ നല്ല വൃത്തിയായിട്ടാണ് അവൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. എല്ലാത്തിനും പ്രൂവ് ചെയ്യാനുള്ള സാധനങ്ങളും അവൻ്റെ കൈമുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഓക്കെ ആണ്. പക്ഷേ ഈ മൂന്നാർ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ സംഭവ വികാസങ്ങൾ നിഷേധിക്കുന്നില്ല. പക്ഷെ അതിൽ പറയപ്പെടുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ശരിയല്ല എന്നുള്ള അഭിപ്രായം. അതെ, ചെയ്ത കാര്യം തെറ്റാന്നുള്ളത് ആൾ പറഞ്ഞെന്ന്, എന്താ ചെയ്തതെന്നുള്ളത്.
പിന്നെ ബാക്കി അതിൻ്റെ അകത്ത് വന്ന കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു വ്ളോഗ് എടുത്ത കാര്യങ്ങളൊക്കെ പറയാൻ പറ്റി. അപ്പോൾ അതൊക്കെ വലിയ സംഭവമല്ലേ? കാരണം ഒരു പ്രശ്നം ഉണ്ടായിട്ട് പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ ഇവർ പിന്നെയും വ്ളോഗ് ചെയ്യാമെന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. എന്തായാലും ദുരൂഹതകൾ ഏറെയുള്ള, അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങളുടെ വ്യക്തതകളിലേക്ക് ഇനിയും പോകേണ്ട ഒരു കേസാണ്. അതുകൊണ്ടാണ് നമ്മൾ പകുതി വഴിയിൽ വെച്ചിട്ട് കോടതിന് തീരുമാനിക്കട്ടെ, നമുക്ക് അവസാനിപ്പിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് നമ്മൾ കടന്നുപോയത്. ഇത് ഇനി ഇങ്ങനൊരു വീഡിയോ ചെയ്യരുതെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യാൻ ഞാനാണ് ആളോട് റിക്വസ്റ്റ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ മേനാസിൻ്റെ കുറേ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾ മെസ്സേജ് അയക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, ഓരോ കമൻ്റ് ഇടുന്നുണ്ട്. ഞാനവിടെ ദുബായിലുള്ളതിനു, പിന്നെ എനിക്ക് അവിടെ പണിയൊന്നുമില്ലായിരുന്നു, പിന്നെ എനിക്ക് പെങ്ങളെ പോയി നോക്കിക്കൂടായിരുന്നു, ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ മേനാസിനോട് ഞാൻ പറഞ്ഞിട്ട് ഓല് നിൽക്കുന്ന ഏരിയയിൽ എവിടെയെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ശരിയാക്കിത്താ, നമുക്ക് ഒരുമിച്ച് താമസിക്കാമെന്ന്. കാരണം എന്നോട് പറഞ്ഞത് എന്താ, അവിടെയൊക്കെ നല്ല ഹോൾഡാണ്, അറിയാം എല്ലാവരെയും, അപ്പം ഞാൻ എന്തെങ്കിലും ശരിയാക്കി തരാമെന്ന്. അന്നവൻ പറഞ്ഞു ഓക്കെ ഞാൻ സെറ്റാക്കാം, ഒക്കെ റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ആൾ വേറെ ഏതോ പെണ്ണിനായിട്ട് ഇപ്പം പറയുന്നിട്ടില്ലേ, ബംഗാളി പെണ്ണ് ഏതോ പെണ്ണിക്ക് ഓക്ക് പണി റെഡിയാക്കി കൊടുക്കാൻ പോയി, ഇന്ന് അങ്ങോട്ട് അടുപ്പിച്ചില്ല. അതൊക്കെ സംശയത്തിൻ്റെ ഇതിൽ നിൽക്കുക. അപ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല? പിന്നെ ഈ ജംഷാദിനെ മാളിൻ്റെ ഉള്ളിലോ കുറേ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് ജംഷാദ് ഓളെ ബ്രദറാണ്. അതെന്തിന്? അതായത് മെഹനാസ് പറഞ്ഞത് ജംഷാദ് ഓളെ ബ്രദറാണ്. ഇപ്പോഴും കുറേ ആൾക്കാർ ജംഷാദ് എന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ ജംഷാദ് അല്ല, ഞാൻ റിജുനാണ്. അന്നവൻ പറയുന്നത് അല്ല, എന്നിട്ട് മേനാസ് അങ്ങനെ എല്ലാവരും പറഞ്ഞത് ജംഷാദ് എന്നാണല്ലോ ഓളെ ബ്രദറിൻ്റെ പേര് പറഞ്ഞതെന്ന്. അപ്പം ഞാൻ പറഞ്ഞത് മാറിപ്പോയതായിരിക്കാന്ന്. അല്ല അങ്ങനല്ല, കറക്റ്റായിട്ട് തന്നെ പറഞ്ഞതെന്ന്. ഈ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കാര്യങ്ങൾ ഇവൻ ഈ ചെയ്യുന്ന ചെറ്റത്തരമാതിരി ചെയ്യാൻ എൻ്റെ അടുത്തും കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ 3 മാസം ഞാനോളാ 3 മാസത്തിന് ശേഷം ഞാൻ കാണുന്നവളും മയ്യത്തായി കിടക്കുന്നതാണ്. അത് അങ്ങനെ കാണിച്ചിരുന്നത്. അപ്പോൾ അതിനെന്താണെന്നുള്ള ഉത്തരവും തരണോ? എന്ത് കളി കളിച്ചാലും വേണ്ടിയില്ല, അതിന് ഉത്തരവും തരണോ? ഇപ്പോൾ ഓന് എന്തൊക്കെ അപ്പോൾ പറയുന്നത്, ഓരോ ചാനലിൽ കയറി വന്നിട്ട് ഇതൊക്കെ ഞങ്ങളും കാണുന്നില്ലേ, ഞങ്ങളും കൂടി ഉൾപ്പെട്ട വിഷയങ്ങളാണ് ഈ പറയുന്നതൊക്കെ. അതൊക്കെ പച്ച കള്ളത്തരം വിളിച്ച് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലിമിറ്റ് നിന്നക്ക് സഹിക്കുന്നതിൻ്റെ അപ്പുറം എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മേനാസിനോട് ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളും പറഞ്ഞ് ഇനി വരരുത്. പറ്റൂലെങ്കിൽ അവിടെ കുത്തിരിക്കുക, കേസ് ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾ കണ്ടുപിടിച്ചോളൂ ഒക്കെ എന്താ പറ്റിയെന്നുള്ളത്. അല്ലാണ്ട് ഉമ്മാര് തോന്നിയാസം പറയാനാണെങ്കിൽ ക്യാമറൻ്റെ മുന്നിലേക്ക് ഇനി വരരുത്. അതുപോലെ സഹോദരൻ എന്നുള്ള നിലക്ക് ഞാൻ പറയുകയാണ്, അന്ന് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി പറഞ്ഞ പല കാര്യങ്ങളും വിശ്വസിച്ചിട്ട് ഞാൻ എൻ്റെ കൂടെ നിന്നതാണ്. ഇന്ന് ഇനി എന്നെ കൊണ്ട് അത് പറ്റൂല. ഈ പറഞ്ഞു തന്നേക്കാം, ഓളെ സഹോദരൻ എന്നുള്ള നിലക്ക് ഇനി ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് ഒരു ഉറപ്പും തരാൻ പറ്റൂല. ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മേനാസെ, കഴിഞ്ഞിട്ടുണ്ട്. അതിനോണ്ട് ഇനി അടങ്ങിയിട്ട് കയ്യൂലെങ്കിൽ പുറകെ കുത്തിരണോ, ഞങ്ങൾ അന്വേഷിച്ചോളാം, ഞങ്ങൾ കണ്ടുപിടിച്ചോളാം, ഞങ്ങളെ മോളാ, എനിക്കൊന്നും നഷ്ടപ്പെട്ടില്ല. ഓനോൻ്റെ വാപ്പയൊക്കെ പറയുന്ന കാര്യമുണ്ട്, നഷ്ടപ്പെട്ട മോൻ ഞങ്ങൾക്കല്ല നിങ്ങൾക്കല്ലേന്ന്. ഞങ്ങൾക്കാ നഷ്ടപ്പെട്ട്, ഓൽക്ക് എന്താ നഷ്ടപ്പെട്ട്? ഓൽക്കൊന്നും നഷ്ടപ്പെട്ടില്ല. ഓനെന്നെ സുഖമായിട്ട് ഒരു കല്യാണം കഴിച്ച് പോവാ, ഒരു പ്രശ്നവുമില്ല. പക്ഷെ അങ്ങനാണോ? ഒരു വാപ്പൻ്റെ മോള് 21-22 വയസ്സായിട്ടേ ഉള്ളൂ, സ്നേഹിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ദുബായിൽ പോയതിനു ശേഷം ഞാൻ ഓളുമായിട്ടൊന്ന് കുറച്ചുകൂടെ ഒന്ന് ഇതായത്. എന്തോരം വേദന ഓള് സഹിച്ചിക്ക് അറിയോ, ഇവൻ എത്ര ഓളെ ഉപദ്രവിച്ചിക്ക് അറിയോ. എന്നോട് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ ചെങ്ങായിനോട് പറയുന്ന സമയത്ത് ഇവന് ഓളെക്കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയുന്നത്. ഇവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താ അറിയോ, ഓള് ഭക്ഷണം നല്ല കഴിക്കൂ, ഓള് കണ്ടമാനം പൈസ ചിലവാക്കൂ, അതാക്കൂ ഇതാക്കൂ. ഞാൻ എന്നിട്ട് ഓളെ വിളിച്ച് ഞാൻ ചീത്ത പറഞ്ഞിട്ടുണ്ട്, ഈ പൈസ ഇല്ലാത്ത സമയത്ത് എന്തിനാ അമ്മമാർ തോന്നിയാസക്കളി കളിക്കുന്നതെന്ന്. പക്ഷെ ഇപ്പം കേട്ടില്ലേ, 20 ദിനാറാണ് പോലെ 20 ദിർഹാം പോലെ കൈമ കൊടുക്കുക, അത് മെട്രോൻ്റെ പൈസ. എന്തിനാ അവൻ ഈ കളിയോ കളിക്കുന്നത്? ആ പാവത്തിനെ കൊണ്ടുപോയി കൊന്നില്ലോ. ഞാൻ ഉറപ്പിച്ച് പറയും, എത്രയും കാലം ഞാൻ പറഞ്ഞില്ലേ, ഇനി ഞാൻ പറയാം, ഈ കെട്ടി തൂക്കിയ തന്നെ മേനാസെ, ഈ കെട്ടി തൂക്കിയ തന്നെ. അതിന് എങ്ങനെയാണോ ആരെടുത്താണോ വേണ്ടിയില്ല വന്ന് പറഞ്ഞു തന്നോ, അതല്ലെങ്കിൽ അടങ്ങി പുറകെ കുത്തിനോ, കേസ് ഞങ്ങൾ അന്വേഷിച്ചോളാം. അത്രേ പറയാനുള്ളൂ. പിന്നെ വേറൊറ്റ കാര്യം കൂടി, ഈ ജംഷാദിനെ ഇനി കോൺടാക്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ പൂർണ്ണ തെളിവ് എൻ്റെ കയ്യിലുണ്ട്, ഞാനത് എടുത്തിട്ടു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു കോടതി കേസ് പരമായിട്ട് പോയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് നമ്മളതിൽ നിൽക്കുന്നത്. അതായത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, കുടുംബം കോടതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാ സോഷ്യൽ മീഡിയയിലുള്ള കാര്യങ്ങളും നിർത്തിവെക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മനാസിൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും കുടുംബത്തെ കടന്നാക്രമിക്കുന്ന രീതിയിലുള്ള വീഡിയോകളുണ്ട്. അത് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. അപ്പോൾ ആ ഒരു വികാരം സ്വാഭാവികമായിട്ട് ഇദ്ദേഹത്തിലുണ്ട്. സ്വാഭാവികമായിട്ട് അത്തരത്തിൽ കുടുംബത്തിന് വേദനിക്കുമ്പോൾ നമുക്കും തോന്നാറുണ്ട്. അപ്പോൾ അതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല.
ഇനിയും ഇതുപോലൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, അവസരം വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാം. കാരണം വ്യക്തതയിലേക്ക് പോകാം. പറ്റാവുന്നതും നമ്മൾ വളരെ വ്യക്തമായിട്ട് കോടതിയുടെ നിർദ്ദേശപ്രകാരം മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാണ്, ഇനി ഇവൻ ആരെങ്കിലും ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഓലോട് ചോദ്യങ്ങൾ ചോദിക്കുക. കഴിഞ്ഞ കാര്യങ്ങൾ ഓനോട് ചോദിച്ചിട്ട് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒന്നും കിട്ടാനില്ല. ഓക്കെ എന്താ സംഭവിച്ചത്, ജംഷാദ് എവിടെ, പിന്നെ എന്തുകൊണ്ട് ഓനാടുന്ന് ഇവൻ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ ബാച്ചൻ്റെ പേര് പറഞ്ഞില്ല, ബാച്ച കാരണമെന്ന് പറഞ്ഞില്ല. ഓൻ അവിടെ നിന്ന് എന്നോട് പറഞ്ഞത് ഈ എന്തോ ഒരു റൂമുമായിട്ട് വിഷയപ്പെട്ട കേസായിരിക്കും, ഓക്കെ ടെൻഷനായിട്ട് ഓൾ ചെയ്തു പോയതായിരിക്കുമെന്ന്. എയർപോർട്ടിലെത്തി ഫ്ലൈറ്റ് കയറി ഫ്ലൈറ്റ് പൊങ്ങിക്കഴിഞ്ഞതിന് ശേഷം പറയുന്നത്, എൻ്റെ ബാക്ക് കുത്തിനിട്ട് പറയാണ്, ബാച്ച അയക്കടാ, ബാച്ച അവിടെ ഉണ്ട്, ദുബായിലുണ്ട്, ബാച്ച കാരണമായിരിക്കും ഇത് സംഭവിച്ചതെന്ന്. എന്തുകൊണ്ട് ഇത് അവിടെ നിന്ന് കയറിയപ്പം പറയുന്നത്? അവിടെ ഉള്ളപ്പം പറഞ്ഞില്ലെങ്കിൽ അവിടെ വെച്ച് അന്വേഷിച്ചൂടെ? എന്നോട് പറഞ്ഞൂടെ എടാ ബാച്ചാണ്, എനിക്കറിയുന്ന കാര്യമല്ലേ, ഞാൻ അന്നപ്പോൾ ഓൻ്റെ സൈഡിൽ നിൽക്കുന്നവനാണല്ലോ, എനിക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ ഞാനും അവിടെ നിൽക്കും. അപ്പോൾ ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തുക. പിന്നെ ജംഷാദയുടെ മെയിനായിട്ട് ജംഷാദിൻ്റെ വീട് ഇവനറിയാം, ജംഷാദിൻ്റെ ഭാര്യ വീട് ഇവനറിയാം. ഇവൻ എന്തുകൊണ്ട് കോൺടാക്ട് ചെയ്യുന്നില്ല? ഇവൻ ഇനി റെഡിയാണെങ്കിൽ ഞാൻ വരാം, നിങ്ങൾ വരുമോ? ഞാൻ 100% വരും. മതി. നിങ്ങൾ റെഡിയാണെങ്കിൽ ജംഷാദിനെ കാണാൻ വേണ്ടിയിട്ട് റിജുവിൻ്റെ കൂടെ ഞാനുണ്ടാവും. ഈ വീഡിയോ കാണുന്ന ബാക്കി ആൾക്കാരോടാണ് ഇവൻ ഇങ്ങനെ എന്തൊക്കെ പറയുന്നതെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ദയവ് ചെയ്ത് ഓളെക്കുറിച്ച് മോശമായിട്ട് ആരും ഒരിക്കലും മനസ്സ് പോലും ചിന്തിക്കരുത്. ഓൾ അങ്ങനത്തെ ഒരു പെണ്ണല്ല, ഓളൊരു നല്ല കുട്ടി തന്നെയാണ്. അപ്പോൾ ദയവ് ചെയ്ത് ആരും മോശമായിട്ട് ഓളെക്കുറിച്ച് ഒന്നും ചിന്തിക്കുക പോലും ചെയ്യരുത്. പ്രാർത്ഥിക്കുക, നല്ലൊരു മാസമാണ് ഈ മാസത്ത് പ്രാർത്ഥിക്കുക, അത് മാത്രം ചെയ്താൽ മതി. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉണ്ടാകേണ്ടി വന്നു കഴിഞ്ഞാൽ ഉണ്ടാകും. ഈ പറഞ്ഞ വെല്ലുവിളി ഏറ്റെടുത്ത് മാനാസിനും ജംഷാദിനും വരാൻ തയ്യാറാണ് എങ്കിൽ പിന്നീട് നമുക്ക് അങ്ങോട്ട് കാര്യങ്ങൾ നോക്കാം. നിർത്താം.